നല്ല സമയത്തിനായി സ്വാഗതം ചെയ്തു. സഹായിക്കട്ടെ. വളരെ സന്തോഷവും അതിലുപരിയായി ഒരുപാട് ഡിപ്രഷൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കറിവുള്ളതുപോലെ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ദിവസം കൂടിയാണ് ഇവിടുത്തെ. അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെടുവാനെങ്കിൽ നമുക്ക് വേഗത്തിലേക്ക് സമയങ്ങൾ നമുക്ക് കൊണ്ടുവരാം. വീട്ടിൽ പോകുന്നത് അവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ പ്രോഗ്രാമൊന്നും ഇല്ല. ഒരു മാത്രമാണ്. വേറെ പ്രോഗ്രാമുകളൊന്നും അറേഞ്ച്മെന്റ് ചെയ്തിട്ടില്ല. സഹായിക്കട്ടെ. അപ്പോൾ എല്ലാവരും വരണം. ആരും പോകരുത്. വരാനുള്ള നമുക്ക് പ്രോഗ്രാം എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം എന്ന് വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 20-ാം അധ്യായം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം ഫലമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലെ ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായ മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. സ്വന്തം ഈ വാക്യം നമ്മളെപ്പോഴും വളരെ അർത്ഥവത്തായി വായിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗവും 1-2 ഭാഗങ്ങളോടെ ചേർത്ത് നല്ല ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പഠനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് ഞാനങ്ങനെ പറയാം. എന്റെ കഴിയുന്നവനാണ്. സ്വന്തം മനസ്സിലായോ? സ്വന്തം എന്തെങ്കിലും പറഞ്ഞു മനസ്സിലായോ? വായിച്ചിരിക്കുകയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഉണ്ടോ ഇല്ലയോ? വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അത് നമ്മിലാണ് ഉള്ളത്, വേറെ ആർക്കും. ആ വ്യാപാരമാണ് നമ്മളെ നിർത്തുന്നത് എല്ലാ കാര്യത്തിലും. ചോദിക്കുന്നതിൽ പറഞ്ഞേ എങ്ങനെ വെച്ചത്? ചോദിക്കുന്നതിൽ നിരക്കുന്നതിൽ നിലവ് ഭയങ്കര ചോദിക്കാൻ നമുക്ക് എത്ര വേണേലും ചോദിക്കാം. നിരക്കുക എന്ന് പറഞ്ഞാൽ നിലവ് ചോദിക്കുന്നതിൽ നിരക്കുന്നത്. അപ്പൊ രണ്ടും എന്തായിരുന്നു? എന്തുവായിരുന്നു? രണ്ട് വാക്കുകളാണ്. ചോദിക്കുന്നത് ഒന്ന്, നിരക്കുന്നു. ചോദിക്കുന്നത് നമ്മൾ ചോദിക്കും. നിരക്കുക എന്ന് പറഞ്ഞാൽ നിരക്കുന്നു പഴയമ്മമാർ പറയും മക്കളെ നിരച്ചുകൊണ്ട് നിരച്ചുകൊണ്ട് നീ കാണിച്ചുകൊണ്ട് പോകുന്ന നിരച്ചുകൊണ്ട് പോകുന്ന കേട്ട് കേട്ടെന്താ പഴയ വാക്കുകൾ? അമ്മമാരോട് കൊടുകൂടിയാലേ ആ വാക്ക് കിട്ടും. പഴയ അമ്മമാർ പറയും. നമ്മുടെ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് 2-3 വാക്കുകൾ. നല്ല ഓർമ്മ
ഉണ്ട് അല്ലേ? എല്ലാവരും നനയ്ക്കണമെന്നൊന്നും ഇല്ല. കുറച്ച് പേരൊക്കെ നനയ്ക്കാൻ അപ്പോൾ നമ്മൾ നിനയ്ക്കാറില്ല പലതും. എന്താണ് നിനയ്ക്കും? ചിലത് ചെയ്യാറില്ല, നിനയ്ക്കാറില്ല. അതാണ് സത്യം. ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ അതാണ്. സ്വന്തം നമ്മൾ ചോദിച്ചത് മൊത്തം നമുക്ക് കിട്ടിയിരുന്നെങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ചത് മുഴുവൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, കിട്ടിയിട്ടൊന്നുമില്ല അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ സുധാമ കേട്ടോ ബാധിച്ചു നമുക്ക് എല്ലാവരും പ്രവർത്തിച്ചിട്ടിരിക്കും. എവിടെയോ പോയിരിക്കും. വിഷമം കൊണ്ടല്ലേ സാറ് സഹായിച്ചില്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കാനായി തുടങ്ങിയ കാരണം എന്ന് പറയുന്നത് എത്രയോ നാളുകളാണ് അല്ലെ? നമ്മൾ ചോദിച്ച് ഇങ്ങനെ പോവുകയാണ്. അത് ചോദിച്ചത് മുഴുവൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കേട്ടതുപോലെ ചോദിച്ചത് മുഴുവൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആരായി തീർന്നേനെ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ചോദിച്ചത് മുഴുവൻ, നമ്മൾ ജനിച്ചത് മുതൽ, നമ്മൾ പ്രാർത്ഥിച്ചത് മുതൽ കിട്ടിയിരുന്നെങ്കിൽ വലിയ വലിയ നന്മ ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഈ സമയത്ത് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി എന്താണ് നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. അത് വലിയ വ്യാപാരമാണ് അല്ലെ? നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. സ്വന്തം പലർക്കും അത് വ്യാപാരം, ഒരു വ്യാപാരം വ്യാപാരം കൂടുതലായി ശേഖരിക്കുക, അങ്ങനെയല്ലേ? കൂടുതൽ ശേഖരിക്കുക, കൂടുതൽ സൃഷ്ടിക്കുക, പകരുക എന്നുള്ളതാണ്. സോ നമ്മളാണ് എന്തോ പകരും? നമ്മുടെ കുറെ സ്വഭാവങ്ങൾ മറ്റുള്ളവർ കൂടെ പകരും അല്ല? അങ്ങനെയല്ലേ? നമ്മൾ പകരുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്വഭാവം നമുക്ക് പകരുമല്ലോ. എന്നാൽ നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു പ്രകടനം. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വ്യാപാര ശക്തിയായിരുന്നു. എനിക്ക് സ്വന്തം ഞാൻ വലിയൊരു ഇല്ലായിരുന്നു. കാരണം വിളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വന്നു, അമ്മ സ്വന്തം ഒത്തിരി അവർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കുന്നത്. സ്വന്തം ഇന്നലെ അവിടെ എല്ലാം വന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രഭപ്പെടുത്തി അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി അത് ക്രിസ്തുയേശുവിൽ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവേ ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയത്തില്ല? കർത്താവേ ഞങ്ങളെ ഉയർത്തണമേ നമ്മൾ പറയല്ലേ? അതാണ് ആ വാക്ക്. അതാണ് ചോദിക്കുന്നത് നമ്മളെന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യുന്നത്? ചോദിക്കുന്നത് ഉയർത്തണമേ അല്ലേ? കർത്താവേ എന്നെ ഉയർത്തണമേ, എല്ലാ നിലയിലും എന്നെ ഉയർത്തണം. കാരണം ഇനിയുള്ളത് പോലെ അല്ല ഇനിയുള്ള ദിവസങ്ങൾ, ഈ വന്നുപോയ ദിവസങ്ങൾ പോലെയല്ല നാളെ. ഇന്ന് വരെ കൊടുത്ത വിലയെല്ലാം നാളെ മുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഉയർത്തണമേ എന്നാണ്. കർത്താവേ ഞങ്ങളെ ഉയർത്തണമേ എന്നാണ്. സ്വന്തം ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ദിവസം മുതൽ ഇന്ന് വരെയും ആമേൻ സ്വന്തം നമ്മുടെ നിലവുകൾ എന്തായിരിക്കും? അത് ഭയങ്കരമായിരിക്കും അല്ലേ? ഇവിടെ കർത്താവിന്റെ വചനം പറഞ്ഞതാണ് നിലയ്ക്കുന്നതിനും അത്യന്തപരമായി. അപ്പോൾ നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നിലയ്ക്കും? നമ്മൾ നിലച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ അല്ല, അങ്ങനെ നമ്മൾ കുറ്റം നിലച്ചിട്ടില്ല. വലിയ കാര്യങ്ങളാണ്, ചെറുതൊന്നും നമ്മൾ നിലച്ചിട്ടില്ല അല്ല, അങ്ങനെയല്ലേ? ചെറുതൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊരു സൈക്കിൾ ഇറങ്ങുന്നതൊന്നും നമ്മൾ ചിന്തിച്ചില്ല. എനിക്കൊരു ട്രെയിൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിലൂടെ ഈ കത്തിയിലൊന്ന് കറങ്ങാൻ പറ്റും, അങ്ങനെ ചോദിക്കുന്നത് മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ നിലയ്ക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നിലയ്ക്കാം. വലുതും നിലയ്ക്കാം, ചെറുതല്ല പക്ഷെ വലുതാണ് നമ്മൾ നിലയ്ക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് നിലയ്ക്കേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നത് നിലയ്ക്കാം. നമുക്ക് വലിയ നമ്മുടെ നിലവുകളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ തലമുറകളും കുഞ്ഞുങ്ങളും അങ്ങനെ നിലയ്ക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ, ഇത്തിരി അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പൗലോസ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് എവിടെയെന്ന് അറിയാമോ? പൗലോസ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച സ്ഥലം എവിടെയാണ്? എവിടെയാണ്? എഫെസോസിലാണ് ഏറ്റവും കൂടുതൽ സമയം ചേർത്തത്. ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് പൗലോസിന്റെ പ്രസംഗം. അവരുടെ ഒത്തിരി ഭാഗം വായിക്കുന്നതാണ്. ബൈബിൾ നല്ല ഒരു പൗലോസിന് യാത്രയായി പോകുന്നു. സ്വന്തം അപ്പോസ്തലപ്രവൃത്തി വായിച്ച് 20-ാം അധ്യായം അതിന്റെ 36 മുതൽ വായിച്ച് നമ്മൾ വായിച്ച വാർത്ത ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മുട്ടുകുത്തി അവരെ എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ചില കാര്യങ്ങളോട് പറഞ്ഞു. ഏതോ പറഞ്ഞു. ആ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി തരുന്ന ഒരു ശക്തിയുണ്ട്. അതിനേക്കാൾ അപ്പുറം നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കും. പൗലോസ് പറയുകയാണ്, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിങ്ങൾ ഇപ്പോൾ ഇന്നു മുതൽ നിൽക്കണം. പക്ഷേ നിൽക്കുമ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗം വരുന്നത്. എന്താണ് ഇത് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? മുട്ടുകുത്തി. ഇത് പറഞ്ഞിട്ട് നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കലും മറക്കരുത്. അത് പൗലോസ് പോയാലും അവിടെ ആ വ്യാപാര ശക്തി ഉണ്ട്. ആ പൗലോസ് പോയപ്പോൾ പിന്നെ നിന്നെന്ന് പറഞ്ഞാൽ ആ വ്യാപാര ശക്തി എന്തല്ല നമ്മൾ വ്യാപരിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മിലുള്ളതായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയുകയാണ്, ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ്, നമ്മൾ ഇതുവരെ എങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ ആയിരുന്നുവോ എന്ന് പറഞ്ഞാൽ ഈ 3 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നു എന്നുള്ളതല്ല. ക്രിസ്തുവിൽ നിങ്ങൾ എങ്ങനെ ഈ 3 വർഷം നിങ്ങൾ ആയിരുന്നുവോ ആ വ്യാപാര ശക്തി നിങ്ങൾ വ്യാപരിച്ചതായ ഇപ്പോൾ ഇന്ന് നമ്മുടെ യൂത്ത് സെക്രട്ടറി എടുത്ത തീരുമാനം പോലെ ആ വ്യാപരിച്ച വ്യാപാര ശക്തി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ നിൽക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു വായിക്കുന്നത് പറഞ്ഞിട്ട് അവൻ അവിടെ വാക്യത്തിൽ നോക്ക്. ഇത് വായിച്ചില്ല അവൻ അങ്ങനെ പറഞ്ഞിട്ട് മുട്ടുകുത്തി. അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? അപ്പൊ ഇനി നിങ്ങൾക്കുള്ള വ്യാപാര ശക്തി നിങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം? ഇനിയുള്ള ദിവസം എല്ലാവരും കൂടെ ചേർന്ന്, യൂത്ത് ചേർന്ന്, ശ്രീസഭയിൽ ചേർന്ന്, സഭ ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. നിങ്ങൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി നിങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ആ ശക്തിയാൽ നിങ്ങൾ ചേർന്ന് ആരെയും നോക്കണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞ് ഓർപ്പിക്കുകയാണ്. എവിടെ? പൗലോസ്. ഹല്ലേലൂയ. 37 വായിച്ചത്. എല്ലാവരും വളരെ കരുതും. കാരണം എന്തായിരുന്നു? നീ ഒരു നല്ല വ്യാപാര ശക്തി അവിടെ എന്തോ ചെയ്തു? വ്യാപരിച്ചു. ഒരു നല്ല ഉപവാസ പ്രാർത്ഥന നടന്നു. ഒരു നല്ല കുടുംബയോഗം നടന്നു. അപ്പോൾ ആര് പ്രവർത്തിച്ചോടെ? ദൈവം പ്രവർത്തിച്ചു. ആ വ്യാപാര ശക്തി ഉറപ്പിച്ചിട്ട് പറയുകയാണ് വളരെ കഴിഞ്ഞു പിന്നീട്. കാരണം വ്യാപരിച്ചതായ വ്യാപാര ശക്തി ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു ആ വ്യാപാര ശക്തി ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വളരെ കരയണമെങ്കിൽ നമുക്ക് ഇരിക്കുകയാണ്. കുഞ്ഞ് വീണപ്പോ ഏറ്റവും കൂടുതൽ കരുതലാണ് സുധാമ. ഞാൻ പ്രാർത്ഥിപ്പിക്കുക. ഞാൻ പെട്ടെന്ന് ഞാനോർത്ത് ഈ വാർത്ത വീണ ഒരു സൗണ്ട് പറയാൻ പറ്റത്തില്ല. ഈ വാർത്ത ഇത് വീണ സൗണ്ട് എന്തോ അടർന്ന് വീണെന്ന് തോന്നിയത്. പക്ഷെ ഇത് നമുക്ക് ഓർമ്മയില്ല. അത് ഭയങ്കരമായ സൗണ്ടാണ് കേട്ടത്. ആ വിളിയും അങ്ങനെയായിരുന്നു, ഒരുമിച്ചുള്ളതായിരുന്നു. സ്വർണ്ണം. അപ്പൊ അത് ഞാൻ പറഞ്ഞത് അതിന്റെ ആ ഒരു ശക്തി വളരെ ഇതിന് കരയാനുള്ള കാരണം സുധാമമാണ്. വേറെ ആരും കരയാൻ ഇല്ല. കാരണം എന്തുവായിരുന്നു? അത് അങ്ങനെയല്ലേ എല്ലാവരും വേറെ ആളുകൾ അച്ഛ വീട്ടിൽ ഞാൻ മനസ്സിലാവുന്നതോ? അച്ഛ വീട്ടിൽ ഞാൻ കരുതുമായിരുന്നു. അന്യം ആയതിൽ ആര് കരുതുന്നു? നമുക്ക് കരയാനൊന്നും സമയം കിട്ടുന്നത് അങ്ങനെ ചിന്തിക്കായിരുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്യമായ നമ്മൾ കണ്ടിൽ നമ്മൾ പ്രാർത്ഥനയായിരുന്നു. ഇതുപോലെ വ്യാപാരത്തിൽ വരും. 7 നിമിഷം വരാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇതിൽ നിന്ന് ഗ്യാപ്പ് പോലും കൊടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം പോലും ഒരു ഗ്യാപ്പ് കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയോടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ സ്തോത്രം. ഞങ്ങളുടെ അമ്മാവൻ മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയി. ആ വീട്ടിൽ ഞാനവിടെ പ്രവർത്തിക്കുന്ന പിന്നെ പോകുന്നതായിട്ടുള്ള സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങളുടെ പോയി പറഞ്ഞതായ വാക്കുകൾ വളരെ പ്രതീക്ഷ വെച്ചിരുന്നു. സ്വന്തം അവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്ത് ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ചെറിയ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്. ആ വാഹനത്തിൽ ഇരുന്ന് അവര് പോയപ്പോൾ ഒരു വെള്ള സാരി വേണമെന്ന് അമ്മ ആവശ്യപ്പെടുകയാണ്.
നോക്കണേ, ഒരു വെള്ള സാരി സാക്ഷി പറയുന്നുണ്ട്, കേട്ടായിരുന്നു മോള് പറയുക, വെള്ള സാരി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അമ്മയ്ക്ക് വെള്ള സാരി വാങ്ങിക്കൊടുത്തു, ദിവസം തുണിയും എടുത്ത് തയ്ക്കാൻ കൊടുത്തു. സ്വന്തം തുണിയും എടുത്ത് കൊടുത്തു. സ്വന്തം. എന്നിട്ട് അമ്മ വളരെ ഒരുക്കമുള്ളതായിരുന്നു. നാം പ്രതീക്ഷിക്കുന്നു പ്രത്യാശ അല്ലേ സ്വന്തം. അമ്മ ഒരുക്കം. ഒരു സാരി വാങ്ങിച്ചു വെച്ചിട്ട് മൂന്നിന്റെ വരിക്കാന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം, ആ വ്യാപാര ശക്തി നമ്മിൽ മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം. എപ്പോഴും എണ്ണ ഒഴിച്ച് വിളക്ക് ആ ചൂട് മാറി. സ്വന്തം. ആ അമ്മ അങ്ങനെ പറയുകയും ചെയ്തു. ആമേൻ. ആ മോളെ രോഗിയെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വന്തം. അവൻ പറയുകയാണ്, ഈ സാരി തന്നെ എന്റെ അമ്മയ്ക്ക് പുതപ്പിക്കുമെന്ന് ഉടുക്കുമെന്ന് ഞാൻ ഒട്ടും ആ വാക്കുകൾ കേട്ടായിരുന്നു. പറഞ്ഞത് എപ്പോഴും നമ്മൾ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുടെ ആ പവർ നമ്മൾ നിൽക്കണം. എപ്പോഴായാലും എവിടെയായാലും. ഹല്ലേലൂയ. ആ വാക്കുകളാണ് പറയുന്നത്. എല്ലാവരും വളരെ കഴിഞ്ഞു. കാരണം പൗലോസ് ഇവരെ വിട്ട് പിരിയാൻ പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് 32 വായിച്ച് 32 നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാൻ സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിന് അവന്റെ കൃപയുടെ വചനത്താൽ 38 എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല. എല്ലാവരും വളരെ കരഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരുടെയും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ വെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്രയായി. അവൻ പൗലോസ് അടുത്ത് പോകുന്നതായ സ്ഥലം ഇവിടെ വിട്ടിട്ട് അടുത്ത പ്രദേശത്തേക്ക് പോവുകയാണ്. അന്നേരം എല്ലാം കൂടെ യാത്രകൾ ഇവിടെ പോയി, കപ്പലോളം പോയി. കപ്പൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോയപ്പോൾ കപ്പലോളം പോയി. അത്രമാത്രം പൗലോസ് അവിടെ നിന്ന് ആ സഭയെ അവരോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു. അവരുടെ വായിക്ക് ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് കാരണം പോവുകയാണ്. ഇനി കണ്ടാലും കണ്ടില്ലെന്നത് പോലെ ഇനി എല്ലാം ദൈവകരങ്ങളിലാണ്. വിളിച്ചാൽ പോകണം, അത് നമ്മളായും വിളിച്ചാൽ പോകണം. അതൊന്നും നോക്കിയില്ല, ഇനി കാണാൻ പറ്റത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പറയുകയാണ്. അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ചുംബിച്ചു. കപ്പലോളം അവനോട് കൂടെ യാത്ര അയച്ചു. ചുരുക്കം പറഞ്ഞാൽ ഹൃദയ സ്പർശിയായ ഒരു നല്ല സെറ്റപ്പായിരുന്നു. നല്ല സെറ്റപ്പായിരുന്നു കൊടുത്തത്. നല്ല ട്രാൻസ്ഫർ ആയിരുന്നു. സ്വന്തം പോകാൻ തനിക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക്, വേറൊരു സ്ഥലത്തേക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ പോകാൻ ഒരുങ്ങിയ ഒരു നല്ല മനുഷ്യൻ ആരാണ്? പൗലോസാണ്. സ്വന്തം. ഈ ലോകം ആമേൻ സ്വന്തം മുഴുവനും കാണുമ്പോൾ, ഈ ലേഖനം എഴുതുമ്പോൾ ആമേൻ ആ പൗലോസിന്റെ കാര്യത്തിൽ ആമേൻ സ്വന്തം പൗലോസ് ആമേൻ വളരെ ചിന്തിച്ച്, വളരെ പ്രാർത്ഥിച്ച് ആമേൻ പൗലോസിന്റെ എല്ലാ ആമേൻ സ്വന്തം സന്ദർഭങ്ങളും ഈ സമയത്ത് താൻ എഴുതുമ്പോൾ താൻ എവിടെയായിരുന്നു? കാരാഗൃഹത്തിലായിരുന്നു. സ്വന്തം കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവൻ ഹല്ലേലൂയ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിവുള്ളവർ ആരോട് കൂടെയുണ്ട്? ആരോട് കൂടെയുണ്ട്? നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ആ വ്യാപാര ശക്തി പൗലോസിനോട് കൂടെയുണ്ട്. ഒപ്പം താൻ വിട്ടുപോകുന്ന എഫെസോസിലെ സഭയോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു സെക്കൻഡിൽ ആമേൻ ഈ ഉലകത്തെ മുഴുവൻ നിർമ്മിച്ചതായ ഉന്നതനായ വലിയവനായിരിക്കുന്ന ദൈവം നീ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ആമേൻ അത്യന്തപരമായി നീ ആഗ്രഹിക്കുന്നതിന്റെ മറുപടി, നീ വിശ്വസിക്കുന്നതിന്റെ മറുപടി, ആമേൻ നീ ഉപവസിക്കുന്നതിന്റെ, നീ കരയുന്നതിന്റെ, പ്രാർത്ഥിക്കുന്നതിന്റെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ, ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ, ദൈവത്തിൽ കൊടുക്കുന്നതിന് ആമേൻ ഒക്കെയുള്ളതായ ഒരു വലിയ മറുപടി ആ വ്യാപാരത്തിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വന്തം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ ഇതിലുണ്ട്. നീ എത്ര അവൻ കഠിനമായ അവൻ ഭാരത്തോടുകൂടെ അവൻ എത്ര കഠിനമാണെങ്കിലും എത്ര വിഷമമാണെങ്കിലും അവൻ അത് കരുതുന്ന ഒരു സാന്നിധ്യം. ഹല്ലേലൂയ. അവൻ ഇന്ന് ഭവൻ ഈ ആരാധനയിൽ നമുക്ക് ലഭിക്കുമ്പോൾ
ചോദിക്കുന്നതിന് നിരക്കുന്നതിന് അത്യന്തപരമായി തരുവാൻ നമ്മുടെ കർത്താവുണ്ട്. അല്ലെങ്കിൽ ആ വ്യാപാര ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ നന്മകൾ കാണാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുന്നു, ഒന്ന്, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി തരാൻ ആർക്ക് കഴിയില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആർക്ക് തരാൻ കഴിയില്ല? മാതാപിതാക്കൾ തരാൻ കഴിയൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്, സമ്പത്തിന്, രോഗസൗഖ്യത്തിന്, വിടുതലിന്, നമ്മുടെ കഷ്ടതകൾക്ക്, നമ്മുടെ ഭാര്യകൾക്ക്, ഇതിനെല്ലാത്തിനും മറുപടി ആർക്ക് തരാൻ കഴിയില്ല? ആർക്ക് തരാൻ കഴിയില്ല? നമ്മുടെ മാതാപിതാക്കൾക്ക് തരാൻ കഴിയില്ല, നമ്മുടെ ബന്ധുക്കൾക്ക് തരാൻ കഴിയില്ല, ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയില്ല, ഭർത്താവിന് തരാൻ കഴിയില്ല. പക്ഷെ ചോദിക്കുന്നതിന് നിരക്കുന്നതിന് അത്യുത്തരപരമായി തരുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം, ഹല്ലേലൂയ, എന്റെ സ്വർഗ്ഗത്തിലെ ദൈവമാണ്. സൗഖ്യം ചോദിച്ചാൽ സൗഖ്യം തരുന്ന ദൈവം, വിടുതൽ ചോദിച്ചാൽ വിടുതൽ തരുന്ന ദൈവം, സകലം ദൈവത്തിൽ അറിഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. നമ്മളാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആര് തരില്ല? എനിക്ക് തരാൻ കഴിയില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി മാതാപിതാക്കൾ തരാൻ കഴിയില്ല, നമുക്ക് തരാൻ കഴിയില്ല, നമ്മുടെ സഭയ്ക്ക് തരാൻ കഴിയില്ല, നമ്മുടെ മിഷന് പോലും തരാൻ കഴിയില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് മറുപടി നമുക്കൊരു വ്യക്തിയെ ബൈബിളിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും. ഒരപ്പൻ, അപ്പനൊക്കെ ഇസഹാക്ക്. നമുക്കറിയാം അപ്പൻ എത്ര മക്കളുണ്ടായിരുന്നു? എത്ര മക്കളുണ്ടായിരുന്നു? ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഏശാവും യാക്കോബും. ആ 2 പേരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ആർക്ക് പറ്റിയില്ല? അപ്പന് പറ്റിയില്ല. എന്താ കാര്യം? അപ്പ പറഞ്ഞു പൈസയുണ്ട്. ഇളയവൻ എന്ത് ചെയ്തു? അതെല്ലാം കൊടുത്തു. മൂത്തവൻ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. പ്രിയമുള്ളവരെ, അവൻ ഈ ലോകത്ത് ഒരപ്പനും മക്കൾക്ക് വാരി കോരി കൊടുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ കൊടുക്കുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കുന്ന ഒരാളുണ്ട്. വിശ്വാസത്താൽ നമ്മൾ ആ വ്യാപാര ശക്തിയെ ദൈവത്തോടു കൂടി നിൽക്കുമ്പോഴാണ്, അവനോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് അത് തരാൻ കഴിയുന്നത്. നമ്മൾ അപ്പനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ ഈ ലോകത്തിലെ മാതാപിതാക്കളോട് നമ്മൾക്ക് ആവശ്യമുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിന്നാൽ നമുക്ക് എന്തെങ്കിലും നന്മകൾ നമ്മൾ പറയാറില്ലേ? നമ്മൾ ഇന്ന ആളോട് ചേർന്ന് നിന്നാൽ ഇന്ന നന്മ നമുക്ക് അങ്ങനെയല്ലേ ചിന്തില്ലേ? നമുക്ക് ഇന്ന കൂട്ടുകാരനോടൊപ്പം നിൽക്കാം. ഇന്ന് അവൻ ഐസ്ക്രീം വാങ്ങിത്തരും, ഇന്ന് പപ്സ് വാങ്ങിത്തരും, അല്ലേ? നമുക്ക് കിടക്കൊന്നും വേണ്ടെന്നേ. അവരെ കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെയല്ലേ? അവരെ കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ സംഘത്തിൽ നിർത്തിയാല് ഈ സംഘം അങ്ങനെയല്ലേ? സ്വപ്നം അങ്ങനെ മാറ്റമായി ഇതെല്ലാം കൂടി നമ്മൾ ചിന്തിക്കും. പക്ഷേ സ്വർഗത്തെ ദൈവം ആളവിൽ കവിഞ്ഞു തരുന്ന ഒരു ദൈവം, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി തരുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് മനുഷ്യനിലേക്ക് വായിച്ചു വരുന്ന പോലെ ശങ്കരൻ വായിച്ച മനുഷ്യനെ ആശ്രയിക്കരുത്. സ്വന്തം ദൈവത്തിൽ ആശ്രയിക്കും. അത് ഞാനായാലും ശരി, ഞാനിവിടെ 3 വർഷം നിന്നേ ഉള്ളൂ. സ്വന്തം നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ധനം നിങ്ങൾ നൽകിയത് എല്ലാം അതെല്ലാം ദൈവകാര്യങ്ങളാണ്. സ്വന്തത്തിൽ പറഞ്ഞത് അതിനൊന്നും അല്ല കാര്യം. പക്ഷെ നമ്മൾ ഇതിനേക്കുള്ള അത്യന്തപരമായി തരാൻ കഴിവുള്ള, ചോദിച്ചാൽ തരുന്ന ഒരു നല്ല കർത്താവാണ്. അവനോട് ചോദിക്കുന്നത് എന്ത് കിട്ടുമെന്ന് നമ്മളെല്ലാവരും ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അവനോട് ചോദിച്ചാൽ എന്ത് കിട്ടും? അവൻ തരാത്തത്, ഈ ലോകം തരാത്തതെല്ലാം ആരും എന്റെ അപ്പൻ നിങ്ങളുടെ നിലവിൽ കിട്ടും. അങ്ങനെ നിലയ്ക്കുന്നതിന് അത്യന്തപരമായി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മൾ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി. ആ ശക്തി ഉണ്ടോ? ഉറപ്പുണ്ടോ? ആ വ്യാപാര ശക്തി എന്നിലുണ്ട്. ഉണ്ടെന്നുള്ളവർ നല്ലൊരു പറഞ്ഞു. അപ്പൊ ഇല്ലാത്തവർ മനസ്സിലാകുന്നുണ്ടോ? ആ വ്യാപാര ശക്തി ഇല്ലാത്തവർ എബ്രായരുടെ വായിച്ച് 11-ാം അധ്യായം 33 മുതൽ 34 വായിച്ച് 33-34 വായിച്ച് വിശ്വാസത്താൽ എന്തടക്കി? രാജ്യങ്ങളെ അടക്കി. ആരാ? ഈ ലോകത്തിൽ അധിപതിയാണോ? ഈ ഭരണകൂടങ്ങളാണോ? അല്ല, പിന്നെ ആരാ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി? വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കുന്നു. നമുക്ക് ദേശത്തെ കീഴടക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് നമ്മുടെ ദേശത്തിന് കീഴടക്കാൻ പറ്റണം. രാജ്യത്തെ കീഴടക്കി വിശ്വാസത്താൽ. രാജ്യം ഇന്ത്യ വിശ്വാസത്താൽ
രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ സ്റ്റേറ്റുകളുണ്ടോ അല്ലെ, ചില സ്റ്റേറ്റുകളുണ്ട്. മണിപ്പൂർ സ്വന്തം അത് ക്രിസ്ത്യൻസ്. അവിടെ മണിപ്പൂരിലുള്ള കുട്ടികൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് അവർ ബൈബിൾ കോളേജ് പഠിക്കാൻ പോയാൽ അവിടുത്തെ ഗവൺമെന്റ് ഫുൾ ചെലവാണ് ഏറ്റെടുക്കും. സ്വന്തം ഫുൾ ചെലവ് അവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് ആ സ്കൂളിൽ തന്നെ അവിടുത്തെ സ്കൂളിൽ പോയി പഠിക്കുക. അതുകൊണ്ട് കുട്ടികൾ ഇവിടെ കേരളത്തിലോട്ട് MPH PTC എടുത്ത് പോകും. സ്വന്തം. അപ്പോൾ അവൻ വായിച്ചത് ഇങ്ങനെയാണ്. അത് വായിച്ചത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി നീതി നടപ്പിലാക്കി വാഗ്ദത്തം പ്രാപിച്ചു. നിന്നതുപോലെയല്ല ഉറങ്ങി തൂങ്ങിയല്ല ഇരുന്നത്. അവർ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ വാഗ്ദത്തം പ്രാപിച്ചെന്ന്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നില്ല. സ്വന്തം വാഗ്ദത്തം പ്രാപിച്ചു. ആരുടെ വായടച്ചു? നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ സഭയെ തകർക്കാൻ, സ്ത്രീ സംഗീതത്തെ തകർക്കാൻ, സദസ്മണ തകർക്കാൻ, യൂത്തിനെ തകർക്കാൻ വായ തുറന്നു വന്ന ആ വായെ, സിംഹത്തിന്റെ വായ അടച്ചു. അവൻ വ്യാപാര ശക്തി മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം അവൻ ഇതിനെ കൂടുതൽ എന്നോട് പറഞ്ഞ് ഉറപ്പിക്കാൻ എനിക്ക് വാക്കുകൾ പോരാ എന്ന് പറയുന്നത് പോലെ സ്വന്തം സിംഹത്തിന്റെ വായ അടച്ച് നിങ്ങൾ അവൻ അടയ്ക്കും. നിങ്ങൾക്കെതിരെ വരുന്നത്, നിങ്ങളെ വീഴ്ത്തുവാൻ വരുന്നത്, നിങ്ങളെ നശിപ്പിക്കുവാൻ വരുന്നത്, തലമുറ നശിപ്പിക്കുവാൻ വരുന്നത് അവൻ അതിന്റെ വായ നിങ്ങൾ അടയ്ക്കും. വ്യാപാര ശക്തിയാൽ, നിങ്ങളിലുള്ള വ്യാപാര ശക്തിയാൽ അത് വ്യാപാരം ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾ വ്യാപാരം ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾ ആരാധിക്കുന്നതായിരിക്കണം. നിങ്ങൾ ഉപവസിക്കുന്നതായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വ്യാപാര ശക്തിയുടെ അവൻ ആ പവർ എന്ന് മനസ്സിലാക്കി നോക്കി സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ പറ്റുന്ന നിലയിൽ ഞാൻ ഇവിടെ സുരേന്ദ്രൻ ഹല്ലേലൂയ പറയുകയാണ്. നമുക്ക് രണ്ട് കൈ ഉയർത്തിയിരിക്കുന്നു. സ്വന്തം ഹല്ലേലൂയ വിചാരിച്ചത്, പക്ഷെ ഹല്ലേലൂയ ആയിരുന്നില്ല. ആണോ? അല്ലായിരുന്നു. സ്വന്തം ഇങ്ങനെയൊക്കെ പോയാൽ ക്ഷീണമല്ല, നീ മനസ്സിലായി. നല്ല ക്ഷീണമാണ്. സ്വന്തം ജീവിതത്തെ പോലെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ഭാവത്തെ പോലെ നശിപ്പിക്കുന്ന ആളിക്കത്തി വരുന്ന ചില ജീവിത സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാം. വന്നതുപോലെയല്ല, അണച്ചു. ചിലത് നിങ്ങൾ അണച്ചു, പക്ഷെ ഇനിയുമായി കത്തും അതിനെ കെടുത്തുന്ന ഒരു ശക്തി നിങ്ങളുടെ വ്യാപാര ശക്തിയായിരിക്കണം. നിങ്ങളുള്ളതായിരിക്കണം. എടുത്ത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം. ആ വ്യാപാര ശക്തി തീയും ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവിടെ വിശ്വാസികൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്വന്തം വായിച്ചാട്ട് വാളിന്റെ വായിക്ക് തെറ്റി ബലഹീനതയുടെ ശക്തി പ്രാപിച്ചു. ആരെ കൂടെ താങ്ങാൻ കേട്ടോ? ആരെ കൂടെ താങ്ങണം? വല്ലപ്പോഴും സ്ത്രീ സംഗീതം ഒപ്പിടുന്നില്ലേ? അവരെ കൂടെ സ്വതന്ത്രം എല്ലാം കൂടെ എല്ലാപ്പോഴും പോണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ പോകും. ലാസ്റ്റ് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്ന് സ്വതന്ത്രം നമ്മുടെ സ്ത്രീ സംഗീതമൊക്കെ ഒന്നുമില്ല. ബിംബം ചിരിക്കാനും വേണ്ട. ഞായറാഴ്ച ക്രിസ്ത്യാനായി പോകും, പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് വരണം കേട്ടോ. എല്ലാ ദിവസവും ഇത് വേണം. വ്യാപാര ശക്തി നമ്മുടെ തലമുറയ്ക്ക് വേണം. നമുക്ക് ശക്തി വേണമെന്ന് തീയുടെ ബലത്തെ കഴിച്ച് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന്റെ ബലത്തെ, ആ ശക്തിയെ കുറിച്ച് എന്താണ് വിധവയുടെ പ്രാർത്ഥനയായിരിക്കണം. വരുന്ന പ്രതികൂലങ്ങളെ തകർക്കാൻ, ആ തീയുടെ ബലത്തെ തകർക്കാൻ പ്രാർത്ഥന കൊണ്ട്, ആ വ്യാപാര ശക്തി കൊണ്ട് നടക്കും. അങ്ങനെ നമ്മൾ എഴുതേക്കണം. ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ ആരായിരുന്നു? നല്ല കമാൻഡർ. യുദ്ധം ചെയ്യും. ആരോട്? ലോകത്തോട്, കടഭാരത്തോട് യുദ്ധം ചെയ്യണം. നിന്റെ ജീവിതത്തിൽ ഈ കടന്നു കേൾക്കൊണ്ടിട്ടുള്ള യുദ്ധം, നിന്റെ എരിഞ്ഞ ഒരു പ്രാർത്ഥന, ആ യുദ്ധം ആരടുത്ത് ചെയ്യണം? തീയുടെ ബലത്തെ നിന്റെ വല്ലോനെ മുക്കി താഴ്ത്തും. ആ ബലത്തെ എടുക്കണം.
സ്വതന്ത്രം. എവിടെ ചെന്ന് നമ്മൾ എവിടെ ഒറ്റയ്ക്ക് നമ്മൾ ചെന്ന് വീണാലും, ഏത് കടഭാരങ്ങൾ ഒറ്റയ്ക്ക് വീണാലും, ഏത് പ്രതിസന്ധി ഒറ്റയ്ക്ക് വീണാലും, അവിടെ തീയുടെ ബന്ധ കെടുത്തുന്ന പവർ വ്യാപരിച്ചു വരും. നമ്മൾ വ്യാപരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എവിടേക്ക് ചെന്ന് നിന്നാൽ, പുറത്തു പോയി നിന്നാൽ, ആ വ്യാപാരത്തിലൂടെ നമ്മളിൽ കൂടെ വന്ന കാറ്റിൽ നിന്ന കാറ്റിനെ കൂടെ ഒടുപോകരുത്. നമ്മളാണോ പുറത്ത് നിൽക്കണം. പ്രതിസന്ധിയായിരിക്കും, അവൻ വീട്ടിലെ ഭാരമായിരിക്കും, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വ്യാപാര ശക്തി നമ്മിൽ വ്യാപരിച്ച് ഒറ്റയ്ക്കിരുന്ന് സഭയിൽ ഞായറാഴ്ച വരുമ്പോൾ മാത്രം അത് കഴിയുമ്പോൾ മനസ്സിലാവുന്നു. സഭയിൽ വരുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധി വരുമ്പോൾ, ഭാരം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, എല്ലാം തീർന്നു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിലൂടെ തീയിനായി കത്തും. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആയി കത്തുന്നത്. ഒരു സൈഡിൽ നിന്ന് കത്തിക്ക് വരും. ചിലപ്പോൾ പിള്ളേരെ കൂടെ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കും, ചിലപ്പോൾ ഭർത്താവിനെ കൂടെ ചിലപ്പോൾ മാറ്റി നിർത്തിയിരിക്കും, ചിലപ്പോൾ അമ്മയെ കൂടെ മാറ്റി നിർത്തിയിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്കായിപ്പോ. ആ തീയുടെ ബലത്തെ കെടുത്താൻ നിങ്ങൾ വ്യാപരിക്കുന്നത് വ്യാപാര ശക്തി എന്ന് മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, ഒറ്റയ്ക്കായി പോകും, ആരും സഹായിക്കാനില്ല, 5 വയസ്സ് സഹായിക്കണ്ട, പ്രാണത്തിന്റെ നടുവിൽ നിന്ന് ഉരുകുന്നതായിരിക്കും. അപ്പോൾ ആ വ്യാപാര ശക്തി എന്തോ ചെയ്യണം? പ്രവർത്തിക്കണം. അന്നേരം പറയുമോ ആ വ്യാപാര ശക്തി ഒന്നുമില്ല. അന്നേരം അപ്പോഴാണ് ഈ വ്യാപാര ശക്തി ഉണ്ടോ? അന്നേരം ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, ആരും വേണ്ടേ? അന്നേരം ഒന്നും ആരും നടക്കില്ല. എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾ അനുഭവിക്കുന്ന വ്യാപാര ശക്തിയെ വിശ്വാസത്താൽ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. അന്യന്മാരുടെ സൈന്യങ്ങളെ അന്യന്മാരുടെ സൈന്യം ഭയങ്കരമായിട്ട് വന്നു ചേരാം. അതിനെന്ത് ചെയ്യണം? ഈ വ്യാപാര ശക്തിയോട് ഓടിച്ചു. സ്ത്രീകൾക്ക് മരിച്ചവരെ എങ്ങനെ കിട്ടി? വരാത്തവര്, ഒരിക്കലും വരാത്തവരെ കൂടെ നേടാനുള്ള ഒരു വ്യാപാര ശക്തി വ്യാപരിച്ചത്. ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്ത് പറയുന്നു? ഇനി ഇത്രയും ദിവസം പറഞ്ഞതെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെ കുറിച്ച്